എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു ലൈംഗിക ബന്ധം സാധിക്കുന്ന തരത്തിൽ ലിംഗത്തിന് ഉദാഹരണം ഉണ്ടാവാതെ വരികയോ അല്ലെങ്കിൽ ഒരു ലൈംഗിക ബന്ധത്തിന് ലിംഗം പ്രാപ്തമല്ലാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന അവസ്ഥയാണ് നമ്മൾ ഉദാഹരണശേഷിക്കുറവ് എന്ന് പറയുന്നത്, അല്ലേ? എങ്ങനെയാണ് ഒരു വ്യക്തിയിൽ ഉദാഹരണം സംഭവിക്കുന്നത്? ഏറ്റവും ലളിതമായിട്ട് അതൊന്ന് വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. കാഴ്ചയിലൂടെയോ കേൾവിയിലൂടെയോ മണത്തിലൂടെയോ രുചിയിലൂടെയോ അല്ലെങ്കിൽ പ്രത്യേക ചില സന്ദർഭങ്ങളിൽ വെറും ചിന്തയിലൂടെയൊക്കെ ലൈംഗികമായ ഒരു ഫീൽ നമ്മളിലേക്ക് കടന്നു വരുന്നു. ഈ കടന്നു വരിക എന്ന് പറയുമ്പോൾ അത് കോഡ് ചെയ്യപ്പെടുന്നത് നമ്മുടെ തലച്ചോറിലാണ്, അല്ലേ? നമ്മുടെ മനസ്സിലാണ് അല്ലെങ്കിൽ തലച്ചോറിലാണ് പറയാം. അങ്ങനെ തലച്ചോറിൽ നിന്നും ആ മെസ്സേജ് ഹൃദയത്തിലേക്ക് എത്തുകയും ഹൃദയത്തിൽ നിന്ന് കൂടുതൽ രക്തം പമ്പ് ചെയ്ത് നമ്മുടെ ലൈംഗിക ഭാഗത്തേക്ക് അല്ലെങ്കിൽ ലിംഗത്തിൻ്റെ ഭാഗത്തേക്ക് പോവുകയുമാണ് ചെയ്യുക. അങ്ങനെയാണ് ലിംഗോദ്ധാരണം സംഭവിക്കുന്നത്. ഇതിൻ്റെ തുടക്കം എവിടെ നിന്നായിരുന്നു? ഒരനുഭവത്തിലൂടെ ലൈംഗിക ഫീൽ നമ്മളിലേക്ക് അങ്ങനെ കടന്നു വന്നതിൽ നിന്നാണ്, അല്ലേ? പക്ഷേ സ്വാഭാവികമായ ലൈംഗിക ഫീൽ ഉണ്ടാകുന്നതിൽ നിന്ന് നമ്മളെ തടയുന്ന ചില പ്രത്യേക തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുണ്ടെങ്കിലോ, അങ്ങനെയെങ്കിൽ നമ്മളിലേക്ക് കടന്നു വരുന്ന ആ ലൈംഗിക ഉത്തേജനത്തിൻ്റെ തോത് വളരെ കുറവായിരിക്കും, അല്ലേ? ഇത്തരം തടസ്സങ്ങളെ, അത് വേറെ തരത്തിൽ പറഞ്ഞാൽ ഉദാഹരണശേഷിക്കുറവിൻ്റെ കാരണങ്ങളെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാനായിട്ട് സാധിക്കും. ഒന്നാമത്തേത് ബാഹ്യമായ കാരണങ്ങൾ, രണ്ടാമത്തേത് ശാരീരികമായ കാരണങ്ങൾ, മൂന്നാമത്തേത് മാനസികമായ കാരണങ്ങൾ. ഇനി ഇത് ഓരോന്നും എടുത്ത് നമുക്ക് പരിശോധിക്കാം. എന്താണ് ഈ ബാഹ്യമായ കാരണങ്ങൾ? ബാഹ്യമായ കാരണങ്ങളിൽ നമുക്ക് ആദ്യത്തേതെന്ന് പറയാൻ പറ്റുന്നത് അമിതമായിട്ടുള്ള മദ്യപാനം തന്നെയാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ. രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് മയക്കുമരുന്നിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗമാണ്. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് അമിതമായിട്ടുള്ള സ്മോക്കിംഗ് ആണ്. അങ്ങനെ പുകവലിയും ഈ ലൈംഗിക ഉദാഹരണശേഷിക്കുറവിന് ഒരു കാരണമായിട്ട് മാറാറുണ്ട്. അടുത്തൊരു കാരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് പ്രത്യേക ചില അപകടങ്ങൾ സംഭവിച്ചിട്ട് ലൈംഗിക ഭാഗത്തിന് ക്ഷതമേൽക്കുകയും അങ്ങനെ ലൈംഗിക ശേഷിക്കുറവ് സംഭവിക്കുകയും ചെയ്ത കുറേ പേരെങ്കിലും നമ്മുടെ ചുറ്റും ഉണ്ടാവും. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ചില അസുഖങ്ങളുടെ പ്രത്യേക അവസ്ഥയിൽ ലിംഗോദ്ധാരണ ശേഷിക്കുറവ് അനുഭവപ്പെടുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെയും ചില ആൾക്കാർക്ക് സംഭവിക്കാറുണ്ട്. പിന്നെ അടുത്ത ഒരു ബാഹ്യമായ കാരണം എന്ന് പറയുന്നത് ചില പ്രത്യേക മരുന്നുകളുടെ പാർശ്വഫലമെന്നോണം ഉദ്ധാരണ ശേഷി നഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അതും ഒരു പ്രധാന കാരണം തന്നെയാണ്. പിന്നെ ജീവിതശൈലി രോഗമെന്ന് പറയാവുന്ന അമിതമായ രക്തസമ്മർദ്ദത്തിന് ഉപയോഗിക്കുന്ന ചില പ്രത്യേക മരുന്നുകളുടെ പാർശ്വഫലമെന്നോണം ഉദ്ധാരണ ശേഷി ചിലർക്ക് നഷ്ടപ്പെടാറുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പ്രചാരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഹാൻസ, തമ്പാക്ക് പോലെയുള്ള ചില പുകയില ഉൽപ്പന്നങ്ങൾ തുടർച്ചയായിട്ട് ഉപയോഗിക്കുമ്പോൾ ഉദാഹരണശേഷിയിൽ കുറവ് അനുഭവപ്പെടുന്നതായിട്ട് കാണാറുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇത്രയും നമ്മൾ പറഞ്ഞത് ബാഹ്യമായ കാരണങ്ങളാണ്. ഇനി അടുത്തതിലേക്ക് നമ്മൾ പോവുകയാണ്, ശാരീരികമായ കാരണങ്ങൾ. എന്താണ് ഉദാഹരണശേഷിയെ ബാധിക്കുന്ന ശാരീരിക കാരണങ്ങൾ? ആദ്യത്തേത് ഹൃദ്രോഗം തന്നെയാണ്. രണ്ടാമത്തേത് പ്രമേഹം എന്ന് നോക്കുകയാണെങ്കിൽ പറയാം. മൂന്നാമത്തേത് ഉയർന്ന കൊളസ്ട്രോൾ. പിന്നെ നാലാമത്തെ പ്രശ്നം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വളരെയധികം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് അമിത വണ്ണം. അതും ഉദാഹരണശേഷിക്കുറവിന് കാരണമാകാറുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. പിന്നെ അടുത്തൊരു ശാരീരിക കാരണമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഹോർമോണിൻ്റെ ചില വ്യതിയാനങ്ങളാണ്. പിന്നെ വേറൊരു കാരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് കിഡ്നി സംബന്ധമായ അസുഖമുള്ളവരിൽ ചിലരിൽ ഇങ്ങനെ ഉദാഹരണശേഷിക്കുറവ് ചിലപ്പോൾ കാണാറുണ്ട്. ഉദാഹരണശേഷിക്കുറവിന് കാരണമാകുന്ന ശാരീരികമായ കാരണങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട മാത്രമാണ് ഇവിടെ നമ്മൾ വിശദീകരിക്കുന്നത്, എല്ലാമല്ല. ഈ ലിസ്റ്റിലില്ലാത്ത വേറെയും ശാരീരിക കാരണങ്ങളുണ്ടാവും. നമ്മൾ സമയക്കുറവുകൊണ്ട് ഏറ്റവും ചുരുക്കി മാത്രമാണ് ഇവിടെ നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇനിയും കാരണങ്ങളുടെ അടുത്ത പ്രധാന മേഖല എന്ന് പറയുന്നത് മാനസിക കാരണങ്ങളാണ്. ഉദാഹരണക്കുറവിന് നിദാനമായേക്കാവുന്ന മാനസിക തരത്തിലുള്ള ചില കാരണങ്ങൾ. അതിലാദ്യത്തേതെന്ന് പറയുന്നത് സ്ട്രെസ്സാണ്. രണ്ടാമത്തേത് നമുക്ക് പറയാൻ പറ്റുന്നത് ഉത്കണ്ഠയാണ്, ആങ്ഷൈറ്റി. പിന്നെ മൂന്നാമത്തെ ഒരു കാരണം നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കുന്നത് വിഷാദം അല്ലെങ്കിൽ ഡിപ്രഷനാണ്. അടുത്തൊരു കാരണമായിട്ട് നമുക്ക് പെടുത്താവുന്നത് ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളും അസ്വസ്ഥതകളും ഒക്കെയാണ്. അഞ്ചാമത്തെ കാരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ വിഷാദമായിട്ട് ചേർത്ത് വയ്ക്കാവുന്ന ഒന്ന് തന്നെയാണ്. അങ്ങനെ വിഷാദത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഉറക്കക്കുറവ്, അത് മാനസിക കാരണങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ട്. ആ വിഷയത്തെ നമ്മൾ മാനസിക കാരണങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്ന് തോന്നുന്നു. അടുത്ത ആറാമത്തെ ഒരു വിഭാഗം എന്ന് പറയുന്നത് മുൻ ലൈംഗിക പരാജയങ്ങളുടെ സ്വാധീനമാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. പിന്നെ ഏഴാമത്തെ ഒരു കാരണമായിട്ട് പറയുന്നത് ഭാര്യയുടെ മുഖത്തോടോ ശരീരത്തോടോ അല്ലെങ്കിൽ ശരീരപ്രകൃതിയോടോ ഭർത്താവിന് തോന്നുന്ന ഒരു താല്പര്യക്കുറവാണ്. അതും ഒരുപാട് ആൾക്കാരിൽ ഉദാഹരണശേഷിക്കുറവിലേക്ക് നയിക്കാറുണ്ട് എന്നുള്ളതൊരു സത്യമായ വസ്തുതയാണ്.
പിന്നെ എട്ടാമത്തെ ഒരു മാനസിക കാരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് മുൻ പ്രണയബന്ധത്തിൻ്റെ സ്വാധീനമാണ്. അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്തവർ ചിന്തിക്കുന്നതുകൊണ്ട് അങ്ങനെ ഉദാഹരണക്കുറവ് സംഭവിക്കാനുള്ള സാധ്യത കിടപ്പുണ്ട്. പിന്നെ അടുത്തൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് അധികാര മേൽക്കോയ്മയോടെ പെരുമാറുന്ന ഭാര്യയുടെ മുമ്പിൽ ഒരു ഉൾവലിവോടുകൂടിയ ഉൾഭയം ഉള്ളതുകൊണ്ട് തന്നെ ഭാര്യയുമായിട്ട് സെക്സ് ചെയ്യാൻ പറ്റാതെ വരുന്ന അല്ലെങ്കിൽ വേണ്ട ഉദാഹരണം കിട്ടാതെ വരുന്ന ഒരു അവസ്ഥ. ഉദാഹരണ ശേഷിക്കുറവിൻ്റെ മാനസിക കാരണങ്ങളെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്ന വേറൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ കാര്യങ്ങൾ കൂടുതൽ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം എന്ന് വിചാരിക്കുകയാണ്. എന്തായാലും നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.